ഇടുക്കി കല്ലാർ വാലി എസ്റ്റേറ്റിൽ സംഘർഷം, തൊഴിലാളികൾക്ക് വെട്ടേറ്റു. മാനേജ്മെന്റുകൾ തമ്മിലുള്ള തർക്കമാണ് കാരണം. വിശദാംശങ്ങളുമായി ബിനീഷ് ആന്റണി ഇടുക്കിയിൽ നിന്നും ചേരുന്നു. ബിനീഷ്, ഇടുക്കി കല്ലാർ വാലി എസ്റ്റേറ്റിലാണ് സംഘർഷം ഉണ്ടായിരിക്കുന്നത്. എപ്പോഴാണ് സംഘർഷം? എന്താണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാവാനുള്ള കാരണം? വൃന്ദ, രാവിലെ 10:30യോടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ കല്ലാർ വാലി എസ്റ്റേറ്റ് ആന്ധ്രാപ്രദേശ് സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ളതാണ്. ഇത് 1.5 വർഷം മുമ്പ് കട്ടപ്പന സ്വദേശിയാണ് ഇത് ലീസിനെടുത്തത്. പിന്നീട് ഈ ലീസും തുക നൽകാത്തതിനെ തുടർന്ന് ഇത് ഹൈക്കോടതിയിൽ കേസായിരുന്നു. തുടർന്ന് ഈ ലീസിനെടുത്തവർ തന്നെ വേറെ പുതിയ ആളുകളെ എത്തിച്ച് ഇവിടെ ജോലി നൽകാൻ തുടങ്ങുകയാണ്. ഈ പഴയ ഇവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ തങ്ങളുടെ ഗ്രാറ്റുവിറ്റിയും ബോണസും തങ്ങൾക്ക് ലഭിച്ചില്ല, ഇതെല്ലാം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് മുൻപും നിരവധി തവണ ഇവിടെ എത്തിയിരുന്നു. ഈ ഉടമസ്ഥയിലുള്ള ഈ ആന്ധ്രാപ്രദേശ് ഉടമസ്ഥർ ഇന്ന് ഇവിടെ എത്തിയ ശേഷമായിരുന്നു രാവിലെ തങ്ങളുടെ ഈ ഗ്രാറ്റുവിറ്റിയും ബോണസും ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ന് ഈ ഇവിടെ മുൻപ് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഇവിടെ എത്തിയത്. പിന്നീട് വാക്കുതർക്കം ഉണ്ടാവുകയായിരുന്നു. വാക്കുതർക്കം ഉണ്ടാകുന്നതിനിടയിൽ ഈ ലീസിനെടുത്ത ആളുകളുടെ കൂടെ ഉണ്ടായിരുന്ന ഗുണ്ടകൾ ഈ തൊഴിലാളികളെ ആക്രമിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിരവധി പേർക്ക് വെട്ടേറ്റിട്ടുണ്ട്. ഈ വെട്ടേറ്റവർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ. ഏതായാലും അടിമാലി പോലീസിന്റെ നേതൃത്വത്തിൽ ഉള്ള സംഘം ഇപ്പോൾ ഈ എസ്റ്റേറ്റിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കൂടുതലായുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്താണ് ഇതിന് ഇത്തരത്തിലുള്ള കാരണം, അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇവരെ വെട്ടാനുള്ള ഒരു പ്രകോപനം എന്താണെന്നുള്ളത് തന്നെ പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഗുരുതരമായ പരിക്കുകളോട് കൂടി തന്നെയാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണോ? കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടോ? നിലവിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഏതായാലും കൈക്കും ഷോൾഡറിനുമെല്ലാം തന്നെയാണ് ഗുരുതരമായി വെട്ടേറ്റിരിക്കുന്നത്. ഏതായാലും അടിമാലി തകൽസിൽ ചികിത്സ കൂടുതൽ ആളുകൾ വെട്ടി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അവിടെയുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. ഏതായാലും കൂടുതൽ ആളുകളെ വെട്ടിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഏതായാലും ഇപ്പോൾ കല്ലാർ വാലി എസ്റ്റേറ്റിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഏതായാലും ഇവിടെ നിരവധി പോലീസുകാർ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. എന്തായാലും ഇനിയും സംഘർഷം ഉണ്ടാകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല. ഏതായാലും ഈ പരിക്കേറ്റവർ ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബിനീഷ്, അധികൃതരുടെ ഭാഗത്തു നിന്നുമുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ലഭ്യമാണോ? പ്രതികരണങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. നമുക്ക് ലഭ്യമായ വിവരമാണ് നമ്മളിപ്പോൾ ഈ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. കാരണം ആന്ധ്രാപ്രദേശ് സ്വദേശികളുടെ ഒരു തോട്ടമാണ് ഇത്. 1.5 വർഷം മുമ്പ് കട്ടപ്പന സ്വദേശിയാണ് ഇത് ലീസിനെടുത്തിരുന്നത്. പിന്നീട് ഈ ലീസ് നൽകാത്തതിനെ തുടർന്ന് ഈ ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ്. പിന്നീടാണ് ഇവിടെ പുതിയ തൊഴിലാളികളെ ഇവിടെ ജോലിക്ക് എത്തിച്ചത്. പിന്നീട് ഈ പഴയ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ ചോദിച്ച് ഇവർ നിരവധി തവണ ഈ പാർട്ടിയുടെ നേതൃത്വത്തിലും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിലുമെല്ലാം തന്നെ ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചകളെല്ലാം തന്നെ ഒടുവിൽ പരാജയപ്പെട്ട തുടർന്നാണ് ഇന്ന് ഈ ഉടമസ്ഥർ ഇവിടെ എത്തിയെന്ന ഈ തൊഴിലാളികൾ അറിഞ്ഞത്. ഇത് ചോദിച്ച് ഇവിടെ എത്തിയപ്പോഴാണ് ഇതൊരു സംഘർഷത്തിൽ കലാശിച്ചത്. ഏതായാലും നിരവധി ആളുകൾക്ക് വെട്ടേറ്റുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി, ബിനീഷ് ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത്.